ആര് പറഞ്ഞ ദിക്റെന്നറിയുവോ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയാണ് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഭാര്യയാണ് ആയിഷ ബീവി. ആയിഷ എന്ന് പറയുന്ന ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് അല്ലാഹുവേ ബദരീങ്ങളിൽപ്പെട്ട സ്വഹാബിയാണ് സൗബാ റളിയല്ലാഹു തആല അൻഹ. യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന സൗബാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാർ, ഇവര് രണ്ടുപേരെയും ചേർത്ത് പറയുകയാണ് ആയിഷ ബീബി വ്യഭിചരിച്ചെന്ന് പറയുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ഈ സഫ്വാൻ എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരുമായി വ്യഭിചരിച്ചെന്ന് പറഞ്ഞു പരത്തുകയാ. മുനാഫിക്കീങ്ങളാണ് തുടങ്ങുന്നത്, പിന്നെ എല്ലാവരും ഏറ്റുപിടിക്കുകയാണ്. കാരണം ആയിഷ ബീബിക്ക് എതിരായിരുന്ന തെളിവുകൾ മുഴുവനും എവിടെ നോക്കിയാലും ആയിഷ ബീബിയെ കുറിച്ചാണ് പറയുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഭാര്യയെ കുറിച്ച് ഇങ്ങനെ നാട്ടുകാർ ചർച്ച ചെയ്യുകയാ. എവിടെ നോക്കിയാലും അവിടെ ഇത് ഈ വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് സഹിക്കാൻ കഴിഞ്ഞില്ല, അള്ളാന്റെ റസൂലിന് അവിടെ നിന്ന് സഹിക്കാൻ കഴിഞ്ഞില്ല. അല്ലാഹുവിന്റെ പ്രവാചകന് വീട്ടിലേക്ക് കടന്നു വന്നു, അള്ളാന്റെ റസൂൽ തന്റെ വീട്ടിലേക്ക് കടന്നു വന്നു. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു, ആയിഷ കുറച്ചു ദിവസം നീ നിന്റെ വീട്ടിൽ പോയി നിൽക്ക്, നിനക്കൊരു സമാധാനം കിട്ടാൻ, നിനക്കൊരു സമാധാനം കിട്ടാൻ കുറച്ചു ദിവസം നീ നിന്റെ വീട്ടിലേക്ക് പോയി നിൽക്ക്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് അത് താങ്ങാൻ കഴിഞ്ഞില്ല. പടച്ചവനെ, തന്റെ പ്രിയപ്പെട്ട വാപ്പയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വാപ്പ കടന്നു വരുമ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ വാപ്പയുടെ ചാരത്ത് ചെന്നിട്ട് പറഞ്ഞു, ഉപ്പാ, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യ, ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് വാപ്പയ്ക്ക് തോന്നുന്നുണ്ടോ? അബൂബക്കർ തങ്ങൾ മിണ്ടുന്നില്ല. അതാ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ തന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ ചാരത്തേക്ക് കടന്നു പോവുകയാണ്. ഉമ്മാനെ കെട്ടിപ്പിടിക്കുകയാണ്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടെന്ന് പറഞ്ഞു, ഉമ്മാ, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല ഉമ്മാ, ഇവര് പറയുന്നത് കള്ളമാ ഉമ്മാ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ തന്റെ പ്രിയപ്പെട്ട മാതാവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയുകയാ. ഉമ്മയും ഒന്നും മിണ്ടിയില്ല. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ തന്റെ വീടിനകത്ത് കിടക്കുകയാണ്. തന്റെ വീടിനകത്ത് കയറിയിട്ട് വാതിലടയ്ക്കുകയാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അന്ന് ആയിഷ ബീബിക്ക് ചെറിയ പ്രായമാണ്, നിന്റെ മക്കളുടെ പ്രായമേ ഉള്ളൂ. ആയിഷ ബീബിയെ ഒരു നാട് മുഴുവനും അവിടെ നിന്ന് തെറ്റുകാരിയായി കാണുകയാണ്. പലരും സംശയത്തോടെ നോക്കുകയാണ്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ആത്മഹത്യ ചെയ്തില്ല. പിന്നെ എന്ത് ചെയ്തെന്നറിയുമോ? ഓരോ ദിവസവും സുബഹി കഴിയുമ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ വീടിന്റെ വാതിലിൽ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ വരുന്നുണ്ടോ? മുത്തുനബി അവിടെ നിന്ന് കടന്നു വരുന്നുണ്ടോ? പടച്ചവനെ, ആഴ്ചകൾ കഴിയുകയാണ്. ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകന് സുബഹി കഴിഞ്ഞു നോക്കുമ്പോ ചിരിക്കുന്ന മുഖത്തോടെ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലേക്ക് കടന്നു വരികയാ. ആയിഷ ബീബി ഇറങ്ങി ഓടുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകനെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകയാ. എന്നിട്ട് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഞാൻ നിരപരാധിയാണെന്ന് അല്ലാഹു പറഞ്ഞു നബിയേ. ജിബ്രീൽ ഖുർആനിന്റെ ആയത്തുമായിട്ട് ഇറങ്ങി വന്നു നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, ആയിഷ, നീ നിരപരാധിയാണെന്ന് അല്ലാഹു പറഞ്ഞു. ആയിഷ, ഖുർആനിൽ ആയത്തിറങ്ങി. ആയിഷ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുമ്പോൾ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടെ നിന്ന് പറഞ്ഞു, നബിയേ, എനിക്കുറപ്പായിരുന്നു നബിയേ, ഖുർആനിൽ ആയത്തിറങ്ങുമെന്ന്, ജിബ്രീൽ ആയത്തുമായി വരുമെന്ന് എനിക്ക് വല്ലാത്ത ഉറപ്പായിരുന്നു നബിയേ. അല്ലാഹുവിന്റെ റസൂൽ അടന്ന് ചോദിച്ചു, ആയിഷ, ജിബ്രീൽ വരുമെന്ന് നീ ഉറപ്പിച്ചു പറയാനുള്ള കാരണം എന്താ? എങ്ങനെയാ നീ പിടിച്ചു നിന്നത്? ഇത്രയും ദിവസം എല്ലാവരും നിന്നെ കൈയൊഴിഞ്ഞപ്പോ നീ എങ്ങനെയാ പിടിച്ചു നിന്നത്?
ആയിഷാ ബീബി റളിയല്ലാഹു തആല അവിടെന്ന് പറഞ്ഞു, നബിയേ, നിസ്കാരപ്പായിലിരുന്ന് പറഞ്ഞത് ഒരേ ഒരു ദിക്റാണ് നബിയേ. ആയിഷാ ബീബി റളിയല്ലാഹു തആല നിസ്കാരപ്പായിലിരുന്ന് പറഞ്ഞത് ഒരേ ഒരു ദിക്റാ. ഏത് ദിക്റെന്ന് അറിയുമോ? ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ആയിഷാ ബീബി റളിയല്ലാഹു തആല തന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രയാസമുണ്ടായ സമയത്ത്, ഏറ്റവും കൂടുതൽ ഒരു പരീക്ഷണമുണ്ടായ സമയത്ത് ആയിഷാ ബീബി റളിയല്ലാഹു തആല പിടിച്ചു നിന്നത് ഈ ദിക്ർ പറഞ്ഞിട്ടാ. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു തന്നത്, ജീവിതത്തിൽ ലക്ഷങ്ങളുടെ കടം വരുമ്പോ, സർവ്വതം തകർന്നു പോകുമ്പോ, പടച്ചവനെ ഇനി ജീവിച്ചിട്ട് കാര്യമില്ല എന്ന് തോന്നുന്ന ഒരു സമയമുണ്ടല്ലോ, ആ സമയത്ത് അല്ലാഹ് 3 പ്രാവശ്യം സമാധാനത്തോടുകൂടി ഇരുന്നിട്ട് നിനക്കൊന്ന് പറയാൻ പറ്റുമോ? ഹസ്ബുനല്ലാഹ്, അല്ലാഹു നിന്നെ സഹായിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറഞ്ഞു തരുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് പറയുകയാണ്, പറഞ്ഞോ തവക്കൽതു അലല്ലാഹ്, പറഞ്ഞോ തവക്കൽതു അലല്ലാഹ്. ഏത് വലിയ പ്രതിസന്ധി ഉണ്ടായാൽ പിടിച്ചു നിൽക്കാനുള്ള ഒരു മനസ്സുണ്ട്.